എല്ലാവർക്കും സ്വാഗതം. നമ്മൾ തേർഡിലോ സെക്കൻഡിലോ നമ്മൾ സീഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കയറി കാണണം. അതിൻ്റെ അകത്ത് എന്നെ ഫോളോ ചെയ്ത് കളിക്കുക. നമ്മളൊരു വീഡിയോ വളർന്നിട്ടുണ്ട്. കുറേ നാളായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. സ്കൂളൊക്കെ ആയതുകൊണ്ട് ഇടാൻ പറ്റിയിട്ടില്ല. ഇനി നമ്മുടെ വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. ഇന്ന് വീടിന് വേണ്ട വുഡൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്ന ദിവസമാണ്. വുഡൊക്കെ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. ആക്സ് ഉണ്ടാക്കാം. ആക്സിൻ്റെ അങ്ങോട്ട് പോയിട്ട് 2 എണ്ണം ഉണ്ടാക്കാം. നമുക്ക് നല്ല ആവശ്യമുള്ളതാണ്. ഇട്ടേക്കാം. നമുക്ക് ഈ മരം വെട്ടാം. നമ്മൾ കുറച്ച് കളറൊക്കെ വ്യത്യാസമായിട്ടാണ് ചെയ്യുന്നത്. കുഞ്ഞു വീടാണ്, നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു വീടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ വുഡും എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് ബ്രിഡ്ജ് വുഡ്. നോക്കട്ടെ, ബ്രിഡ്ജ് വുഡ് എന്നാണ് പേര്. നമ്മൾ ഈ വുഡും പിന്നെ നമ്മുടെ ഓക്ക് വുഡുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓക്ക് വുഡ് തന്നെ എടുക്കാം. ഇത്രയും പോലെ നമുക്ക് ഇനിയും കുറേ വേണം. നമുക്ക് പെറ്റിനെ വേണം. നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല, നമുക്ക് പോകുന്നില്ല. കുഴപ്പമില്ല, നമ്മൾ മൈനിങ് ഏരിയയിൽ പോകുമ്പോൾ നമുക്ക് സ്കെൽറ്റനൊക്കെ എടുക്കാം. നമുക്ക് ഇനിയും മരം വെട്ടാം ഗൈസ്. കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ബ്രിഡ്ജ് വേണ്ടി വന്നിട്ടുണ്ട്. ഈ മരം നല്ല കളറാണ്, വൈറ്റാണ്. അത് പ്ലാങ്ക് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചില സമയത്തൊക്കെ നമ്മൾ ഇത് യൂസ് ചെയ്യത്തില്ല. നമ്മൾ ചിലപ്പോൾ ഡെക്കറേഷൻ ഇത് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടി വരും. നമ്മൾ പ്ലാങ്ക് ആകാതെ ചിലപ്പോൾ വെക്കേണ്ട വരും. ഇതും വെക്കേണ്ട വരും ചിലപ്പോൾ. നമുക്ക് നല്ല ഡെക്കറേഷൻ ആക്കാം നമ്മുടെ വീടൊക്കെ. നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്താൽ മതി. ഞാൻ എത്ര സ്റ്റാക്ക് എടുക്കുന്നു നിങ്ങൾ എത്ര എടുത്താൽ മതി. അത് തന്നെ നിങ്ങൾക്കും അത് തന്നെ തികഞ്ഞോളും. ഞാനാണെങ്കിൽ വുഡെല്ലാം വെട്ടിയിട്ട് ഹലോ ഗൈസ്, നമ്മുടെ മരം എല്ലാം വെട്ടിയിട്ടുണ്ട്. എല്ലാം വെട്ടിയിട്ടില്ല, കുറച്ചൊക്കെ നമ്മൾ വെട്ടി തെളിച്ചിട്ടുണ്ട്. നമുക്ക് 2 ടൈപ്പ് വുഡും ഒരു സ്റ്റാക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതുകൊണ്ട് ചില എണ്ണമൊക്കെ പ്ലാങ്ക് ആക്കാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രിഡ്ജ് വുഡ് നമുക്ക് ആവശ്യം വരുമെന്ന് തോന്നുന്നില്ല. ഡെക്കറേഷൻ നമുക്ക് യൂസ് ചെയ്യണം. നമുക്കത് മാറ്റി വെച്ചേക്കാം. ഇതിൽ കുറേ ജസ്റ്റ് സ്റ്റോറേജൊക്കെ ഉണ്ടാക്കുമ്പോൾ ആവശ്യം വരും. നമുക്ക് എങ്ങോട്ട് ഉണ്ടാക്കുമെന്നാണ് എനിക്ക് അറിയാത്തത്. നമ്മുടെ സ്ഥലമൊന്നും ഇല്ലാത്ത, അതുകൊണ്ട് ഉണ്ടാക്കാൻ കുറച്ച് പാടാണ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് നമ്മുടെ ഇത് വരുന്നതിൻ്റെ പേര് നമ്മുടെ ഡേട്ട് കളയാം. നമുക്ക് ആദ്യം തന്നെ 2 എണ്ണം ഉണ്ടാക്കാം. ഒരെണ്ണം ഉണ്ടാക്കി നമുക്ക് ചെയ്യാം. അത് തന്നെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കാം. 10 ടൈം എടുക്കും. എന്തായിരുന്നു നിങ്ങൾ സ്ഥലം ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ വേണം. ഇവിടെ ഈ മരം വേണം, ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ആയിട്ടിരിക്കുന്നു. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കോബ്സ്റ്റോൺ ഈ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഉണ്ടാക്കിയാൽ മതി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് വന്നിട്ട് ഇവിടെ ഒന്ന് ഡേട്ടൊന്ന് കളഞ്ഞാൽ മതിയായിരിക്കും.
നമുക്ക് ടേൺ ചെയ്യണമെങ്കിൽ ബോൺ വേണം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാൻ സീഡ് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാം. സൈഡ് കോഡ് ഫോളോ ചെയ്ത് കളിക്കാൻ പറ്റും. ഞാൻ സീഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മൈൻക്രാഫ്റ്റിൽ 21 അല്ലെങ്കിൽ 22 ആണ്, ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. അത് 1.21 അല്ലെങ്കിൽ 1.20 ആയിരിക്കും. നിങ്ങൾ നോക്കുക, അതിനകത്ത് രണ്ടെണ്ണത്തിൽ നോക്കുക ഉണ്ടെങ്കിൽ. അതിനകത്ത് ആണ് കളിക്കുന്നത്. അത് ഏതോ ഓർമ്മ കിട്ടുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കളിക്കുക. നമുക്കൊരു പാത്താണ് ഡേറ്റ് നമുക്ക് നല്ല ആവശ്യമുണ്ട്. നമുക്ക് ഇവിടുത്തെ മുഴുവനും ഗ്രാസ് മുഴുവൻ തീർന്നാൽ നമുക്ക് ഗ്രാവൽ എടുത്തിട്ട് ഫുള്ള് നിറയ്ക്കാറുണ്ട്. അതും പിന്നെ വേറെ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഡേറ്റ് ആവശ്യമാണ്. പിന്നെ ബ്രിഡ്ജ് ചെയ്യാനൊക്കെ ഡേറ്റ് ആവശ്യം വരും. ഇതിനൊക്കെ വേണ്ടിയിട്ടാണിത് ചെയ്യുന്നത്. വീട് വെക്കാൻ മാത്രമല്ല. നമ്മളിന്ന് വീട് വെക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് പറ്റുവാണെങ്കിൽ ചെയ്യാം. ഞാനൊരു കാര്യം പറയാം. ഞാനാണ് കമൻ്റ് ഇടുന്ന ഓപ്ഷന് ഞെക്കിയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് കമൻ്റ് ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ കമൻ്റ് ഇടുന്ന ഇട്ടേക്കാം. ഇനി തൊട്ടുള്ള വീഡിയോയിലെല്ലാം. ഇത് ബട്ടണെന്ന് അറിയത്തില്ല. ഞാൻ പറ്റുവാണെങ്കിൽ ചെയ്യാം. വീഡിയോയിൽ എന്തായാലും ഞാൻ നോക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന്. ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് ഗൈസ്. ഇന്ന് വീട് സെറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും നമുക്ക്. ഇന്ന് നമുക്ക് ചിലപ്പോൾ ഈ ഡേറ്റും ഇതും മാത്രമേ ചിലപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. വുഡും ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് വെട്ടിക്കൊണ്ടിരിക്കുക. നമുക്ക് ബാമ്പ് ഉണ്ടായിരുന്നു വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കായിരുന്നു. ഞാൻ 2 പൂവ് എടുത്തിട്ടുണ്ട് വീടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെക്കാൻ. അങ്ങനെ ഡെക്കറേഷൻ ആക്കണം നമ്മൾ വീടിൻ്റെ അകത്തും പുറത്തും വേണം. ഒരു കൗ ഫാർമൊക്കെ വേണം. ഒന്നായിട്ടാണ് ഞാൻ വുഡ് കുറേ എടുത്തത്. വീടിന് വേണ്ടി കുറച്ച് മതി. നമുക്ക് ചെറിയ വീടാണ്, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ വലുതായിട്ട് ചെയ്യുന്നത് സാധാരണ. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഗൈസ്. ആദ്യം ചെയ്യുന്നത് നമ്മുടെ വലുപ്പം നോക്കാറുണ്ട്. ഇവിടെ വേണം. ഇവിടുന്നുണ്ട് 1 2 3 Respawn point set. You can only sleep at night and during thunderstorms. Respawn point set. Respawn point set. You can only sleep at night and during thunderstorms. You can only sleep at night and during thunderstorms. You can only sleep at night and during thunderstorms. You can only sleep at night and during thunderstorms. Respawn point set. Respawn point set. Respawn point set. Respawn point set. അത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ റീസ്പോൺ പോയിന്റ് ഒന്ന് സെറ്റ് ചെയ്താണ്. നമ്മൾ ഉറങ്ങാൻ പോയതാണ്, പക്ഷേ റീസ്പോൺ പോയിന്റ് കുറേ ഞെക്കിയോണ്ട് അങ്ങനെ വന്നതാണ് ഗൈസ്. Respawn point set. ഉറങ്ങാൻ You പറ്റുന്നില്ല. can only sleep at night and during thunderstorms. നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ബെഡ് എടുക്കുക. ബെഡ് എടുത്തിട്ട് നമുക്ക് നേരെ ഇങ്ങനെ മുകളിലോട്ട് വെജ് ചെയ്ത് പോയിട്ട് നമ്മുടെ അടുത്തോട് സോംബിയൊക്കെ വരും. അങ്ങനെ ഉണ്ടാക്കി വെക്കുക.
ഇവിടെ നമ്മുടെ ബെഡ് നമ്മളെടുത്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബെഡ് എടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. എനിക്കിപ്പോൾ രാത്രിയായി. Respawn point set. You can only sleep at night and during thunderstorms. മഴയത്ത് സോംബികളൊക്കെ കൂടുതൽ വരും. പക്ഷെ ഇപ്പോൾ വരുന്നില്ല. നമ്മൾ താഴെ ഇറങ്ങിയാൽ ചിലപ്പോൾ ഇറങ്ങുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഗൈസ്. Respawn point set. You can only sleep at night and during thunderstorms. പക്ഷേ രാവിലെ ആയിട്ട് വേണം ഗൈസ്. രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ചെയ്ത പൊസിഷൻ റെഡി ആയിട്ടില്ല. നമുക്ക് നമ്മുടെ ആക്സ് ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ വുഡ് മാറ്റുക. എനിക്ക് തോന്നുന്നു കറക്റ്റാണെന്ന്. പക്ഷേ മണ്ണൊക്കെ ഇരുന്ന് നോക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. സ്പേസ് കൂടുതൽ കിട്ടും. അതൊരു ഈസി ആയിരിക്കും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇത് കളഞ്ഞിട്ട് ഈ ഗ്രാസ് ഒന്ന് എടുക്കുക. ക്യാമറ കുറച്ച് ഓഫ് റെക്കോർഡിങ് നിർത്തിയപ്പോൾ സോംബിയൊക്കെ വന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ സേഫാക്കി നിന്നത്. ഞാനിപ്പോൾ ചത്തോനെ നമ്മുടെ കറക്റ്റ് നമ്മൾ നേരത്തെ 3 ആയിരുന്നു വെച്ചത്. നമ്മുടെ കറക്റ്റ് വേണ്ടത് 4. ഗൈസ് ഞാനിപ്പോൾ കട്ട് ചെയ്ത് എന്തിനാന്ന് വെച്ചാൽ എന്തുവായിരുന്നു ഒരു കാര്യം പറ്റി. ഇതിൻ്റെ അകത്തിപ്പോൾ മൈൻക്രാഫ്റ്റ് അനങ്ങുന്നില്ലായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ അനക്കിയപ്പോൾ നിങ്ങൾക്ക് അനങ്ങുന്ന പോലെ കാണും. പക്ഷേ ഇതാണെങ്കിൽ അനങ്ങുന്ന പോലെ ആവുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ TV വെച്ചുകൊണ്ട് സൗണ്ട് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തത്. നമുക്കിപ്പോൾ 4 ആയെന്ന് തോന്നുന്നു. 1 2 3 4 കറക്റ്റാണ്. ഇനി ടെമ്പററി നോക്കുക. 1 2 3 4 5. എന്താണ് നമ്മൾ കറക്റ്റ് നോക്കുന്ന ഒരു അളവ്. കാര്യം ചെയ്യാം ഗൈസ്. വീടായിട്ടൊന്ന് കളയാം. ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇതായിട്ട് ഭയങ്കര അലമ്പാണ് ഗൈസ്. നമുക്ക് ഇത്ര ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ ആക്സ് ഇട്ടാണ് 1 3. ഗൈസ് നമ്മുടെ വീതി കുറച്ച് കൂടിപ്പോയി. ഇത് ഇങ്ങോട്ട് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്ര മതി. ഇത്ര നോക്കുമ്പോൾ നല്ല വീതിയാവും. ഇല്ല ഇപ്പം ഇത്രയും നോക്കുവാണെങ്കിൽ നല്ല വീതി പോലെ തോന്നുന്നില്ലേ? നോക്കിയേ. ഇല്ലല്ലേ. നമുക്കിവിടെ ഒരു ബ്ലോക്ക് താഴെ വെച്ച് 1 2 3 4 എടുത്ത് 1 2 3 4 ഒന്നും ചെയ്യാൻ പറ്റില്ല. കളയാം. ഫുള്ള് നമുക്കിവിടെ കളയാനുണ്ട്. ഒന്നും ഒരാവശ്യമില്ല ഇവിടെ. ഫുള്ള് എനിക്ക് മരം എല്ലാം വെട്ടി റെഡിയാക്കണം. എന്നിട്ട് വേറെ മരമൊക്കെ സ്ഥലത്ത് ഒതുക്കി നടണം. ആണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണുന്നതും കുറച്ചും കൂടെ അടിപൊളിയായിരിക്കും. അത് ഞാൻ പറഞ്ഞത് ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടാത്ത ഗ്ലാസ് ബ്ലോക്ക് ഇങ്ങനെ കളഞ്ഞേക്കാം. ഇങ്ങനെ കളയാം. ഇങ്ങനെ പഴയ കളഞ്ഞാൽ മതി. നമുക്ക് പതിയെ ചെയ്താൽ മതി.
അത്ര അത്യാവശ്യമില്ല. ഇവിടെ വീഡിയോ ഇപ്പോൾ നല്ല ലോങ് ആവുന്നുണ്ട് ഉണ്ട്. നമുക്ക് ഇന്ന് വീഡിയോ വെക്കാം. ഇന്ന് തന്നെ വീഡിയോ വെക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഇത് നല്ല ലോങ് ആവുന്നുണ്ട്. ഇതാണ് ഗൈസ്. എല്ലാവരും നമ്മൾ ഇന്ന് ഈ വീഡിയോ തന്നെ വീഡിയോ വെച്ചാണ് പറ്റുക. നമുക്ക് നോക്കാം. നല്ല ലോങ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല. ഇത്ര ഭയങ്കര ലോങ് ആയിപ്പോകും വീഡിയോ. നമുക്ക് പതിയെ ചെയ്താൽ മതി. ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കളയുക. പാർട്ട് 4 ആണ് കേട്ടോ നമ്മൾ കളിക്കുന്നത്. കുറേ നാളെ വീഡിയോ ഇട്ടിട്ട് ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ നല്ല ഫാസ്റ്റായിട്ട് എടുക്കുന്നതാണ് വീഡിയോ. നല്ല പോലെ കളിക്കുന്നുണ്ട്. എടുക്കാം. ഒരാവശ്യമില്ല. നമുക്കിവിടെ വെച്ചിട്ട് നല്ലപോലെ കഴിയുവാണ് മുഴുവനും. ഒരാവശ്യമില്ല. ഇതല്ല നമ്മുടെ വീഡിയോ കാണാൻ ഒരു ലുക്കും കാണത്തില്ല. ഇതൊക്കെ ഇവിടെ ഇരുന്ന് ഒക്കെ മാറ്റണം. ഇവിടെ മുഴുവനും നമുക്ക് ഡേറ്റ് വെക്കാം. ഡേറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലെയിൻസ് പോലെ സെറ്റ് ചെയ്യണം നമ്മൾ. ഇനി നമ്മൾ പറ്റുവാണെങ്കിൽ നമ്മൾ ഇനി ഐലൻഡിലെ നമ്മൾ ഡേറ്റ് മുഴുവനും എടുത്തിട്ട് ഇവിടെ ഉള്ള മല പോലെ ഇരിക്കുന്ന ഡേറ്റ് മുഴുവനും എടുത്തിട്ട് അങ്ങ് പ്ലെയിൻസ് പോലെ അങ്ങ് ആക്കിയിടും ഗൈസ്. നമുക്ക് ഈസി ആയിട്ട് ഒക്കെ ചെയ്യാം. നമുക്ക് കുറേ സ്പേസും കിട്ടും. കുറേ ബിൽഡിങ്ങൂടെ ചെയ്യാനുണ്ട്. കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ നമ്മൾ കമൻറ്റ് ചെയ്യുന്ന ബട്ടൺ ഞെക്കുന്നുണ്ട്. പറ്റുവാണെങ്കിൽ നമുക്ക് ചെയ്യാം. ബട്ടൺ ഞെക്കാം. ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ ശ്രമിക്കും പറ്റുവാണെന്ന്. നമുക്ക് ഇതും കൂടെ പറിച്ചൊന്നുമില്ല. നമുക്ക് ഈ കോബിൾ സ്റ്റോൺ മുഴുവനും മാറ്റിയിട്ട് ഗ്രാസും മാറ്റാം. അതൊരു പറയുന്നു. പെട്ടെന്നൊരു വീടുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സോംബീസിനൊന്നും കഴിക്കണം. നേരെ ഇവിടെ പെട്ടെന്ന് വലിയ പക്ഷെ ചെറിയ നമുക്ക് ഓടി ഇങ്ങോട്ട് കയറാനുള്ള പെട്ടെന്ന് കയറാൻ പറ്റും. അത്ര ഈസിയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഡേറ്റ് വെക്കാം. ഡേറ്റാണ് ഇവിടെ വെക്കുന്നത്. അതുകൊണ്ട് കോബിൾ സ്റ്റോൺ മുഴുവനും വെട്ടാം. പതിയെ ചെയ്താൽ മതി. ഗൈസ് നമ്മുടെ വീഡിയോ ഭയങ്കര ലോങ് ആവുന്നുണ്ട്. 18 ആയിട്ടുണ്ട് ഗൈസ്. 18 മിനിറ്റായി. ഇപ്പം 19 മിനിറ്റ് ആവും. കുഴപ്പമില്ല. നമ്മൾ വീഡിയോ വെക്കുന്നതും പിന്നെ വലിയ ബിൽഡിങ്ങൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ ആയിരിക്കും. ഗൈസ് നമ്മളിവിടെ റൂമിൻ്റെ പുറത്തുനിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ കാര്യമൊക്കെ എടുക്കണ്ട. അത് ഇവിടെ കിച്ചണിലും അവിടെയൊക്കെ ചെയ്യുന്നതാണ്. റോബ്ലോക്സിൻ്റെ വീഡിയോ എടുത്ത് ഞാനല്ല, എൻ്റെ ചേട്ടനാണ്. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ മാത്രമേ മൈൻക്രാഫ്റ്റിന് വേറെ കിട്ടുമ്പോൾ അതിടും. ഇവിടെയൊക്കെ ഡേറ്റ് ആക്കിയിട്ട് കാണാം. ഞാൻ ഫുള്ള് ഇവിടെ ഗ്രാസ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നോക്കാം, ചെയ്യാം. 1 2 3 4 5. ഇപ്പോൾ ഒരു മിനിറ്റ്.
ഞാനിപ്പോൾ പോയെന്താണെന്ന് വെച്ചാൽ എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ട്. 1 2 3 എനിക്ക് എണ്ണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 1 അതൊന്നുമല്ല കാര്യം. ഞാൻ ടോയ്ലറ്റിൽ പോയതാണ്. ഞാനിപ്പോൾ മറ്റേത് 1 2 3 4 5 5 ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ട് 1 2 3 4 വരുമ്പോൾ ഇവിടെ ട്രീയാണ്. ട്രീയുടെ ലീവ്സ് മാറ്റി ഒരാവശ്യമില്ല. നമുക്ക് വെട്ടിക്കളയാം. ഇപ്പോഴേ വെട്ടിക്കളയാമല്ലേ ഗൈസ്. നമുക്ക് ഇങ്ങനെ വെട്ടാം. ഗൈസ് നമ്മുടെ വീഡിയോ ലോങ് ആയി. 21 മിനിറ്റ് ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമ്മൾ ഈ വീഡിയോയിൽ പറ്റുവാണെങ്കിൽ ഹൗസിൻ്റെ പകുതി പണിയാണ്. ഇതായിരുന്നു 4 ഇത് വെക്കത്തില്ലേ, ഇതെങ്കിലും ചെയ്ത് വെക്കും. നമുക്ക് അതിലോട്ട് ഇറങ്ങാം. ഒന്ന് 2 3 ബ്ലോക്ക് വെക്കുക. ഇവിടെ വെച്ചിട്ട് ഇത് വെക്കുക. നമ്മൾ ഈ ടെമ്പററി ബ്ലോക്ക് മാറ്റും. 1 2 3 4 5ാമത്തെ ബ്ലോക്കിലാണ് വെച്ചേക്കുന്നത്. 1 2 3 4 5. അയ്യോ, ഒരു പ്രശ്നം പറ്റി. ഇവിടെ അല്ല വെക്കുന്നത്. ഇവിടെ മാത്രം കുറവ് വേണം ടെമ്പററി ബ്ലോക്ക് വെച്ചേക്കാം. ഇവിടെ അളവ് പറ്റും. 1 2 ഇവിടെ വന്ന് നിൽക്കണം. ഇവിടെ ഈ ബ്ലോക്ക് വെക്കുക. അപ്പോൾ 6ാമത്തെ ബ്ലോക്കിലാണ് വെച്ചത്. നമുക്ക് സ്ഥലം വേണം വീട്ടിൽ. 1 2 3 4 5. 6ാമത്തെ അവിടെ. സോറി അമ്മേ, സോറി ഗൈസ്, ഞാൻ അറിയാതെ തെറ്റിപ്പോയി. സോറി ദൈവം. 1 2 3 4 5. അയ്യോ 5. ഓക്കെ. 1 2 3 4 5. ഓക്കെ. 1 2 3 4 5. 5 ആയിട്ടുണ്ട്. ഇനി 1 2 1 മിനിറ്റ് ഇപ്പോൾ വരാം. നമ്മളൊന്ന് ചെക്ക് ചെയ്താണ് ഇതുവല്ലോ കറക്റ്റാണ് ഗൈസ് എല്ലാം. ഇനി നമുക്ക് ഡയറക്റ്റ് ബ്ലോക്ക് മുഴുവനും മാറ്റാം. ഇതൊന്നും ചെയ്യാനില്ല. ഗൈസ് ഞാനിപ്പോൾ വീഡിയോ നോക്കാൻ എന്തെല്ലാം വീഡിയോ ഇപ്പം തീരും. ഗൈസ് വീഡിയോ ഭയങ്കര ലോങ്ങായി ഗൈസ്. ഫോണിൽ ചാർജും തീരാറായി. 1 മിനിറ്റ് നമുക്ക് അതെങ്കിലും ഞാനിപ്പോൾ കാണിച്ചു തരാം. അതെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇന്ന് ഒന്നും നടന്നില്ല. മാത്രം കളക്ട് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം എത്ര ചെയ്യാൻ പറ്റുമെന്ന്, എന്തൊക്കെ നമ്മളെ കൊണ്ടിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കുറച്ച് പ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. അത് ചെയ്യുമോയെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടാണ്. നമുക്ക് മോഡൽ മനസ്സിലായല്ലോ. കുറച്ച് നേരം കൊണ്ട് നമുക്ക് വുഡ് കളക്ട് ചെയ്യാൻ പറ്റും. ഇത്ര മതി ഗൈസ്.
ഇത്ര എത്തിയിട്ടുണ്ട്. പറ്റുമെന്നറിയത്തില്ല നമ്മുടെ വുഡ് ഇപ്പോൾ തീരുന്നത്. ഇപ്പോൾ ഇൻവെൻട്രി വെച്ച് നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. വുഡ് നമുക്ക് കുഴപ്പമില്ല. അല്ല, വുഡ് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, വുഡ് കളക്ട് ചെയ്യാം. ഒരു നമുക്ക് പോയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇത്ര നോക്കുന്നു. ഇവിടെ 3 ഉണ്ട്. ഇതിവിടെ വെക്കണം. കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ലോങ് വീഡിയോ ഇന്ന് ഇടാം. നമുക്ക് കുറേ നാളല്ലേ വീഡിയോ ഇട്ടുണ്ട്. കുഴപ്പമില്ല. ഫോണിൻ്റെ ചാർജും തീരാനായി ഗൈസ്. സീനായി ഗൈസ്. ഒരു വലിയ വീഡിയോ, ഭയങ്കര വലിയ വീഡിയോ പോയി. കുഴപ്പമില്ല, നമുക്ക് പതിയെ ചെയ്യാം. അങ്ങനെ മതിയ എത്ര എത്തിയല്ലോ ഗൈസ്. ഇനി ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്. നമ്മളിന്ന് താഴെ ഇറങ്ങുന്നില്ല, എൻ്റെ മണ്ടയ്ക്ക് നിന്ന് പണി ചെയ്യാൻ പോണ്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിള് ഇവിടെ എടുക്കുക. ഫുള്ളങ്ങ് പ്ലാങ്ക് ആക്കാം. ഇത്ര മതി. ഗൈസ്, ഇവിടെ വീഡിയോ കുഴപ്പമില്ല. നമ്മളിന്ന് വലിയ ലോങ് നിൽക്കുവാണ് വീഡിയോ. ഡോറുണ്ടാക്കി വെക്കുക. അപ്പോൾ സ്പെല്ല് ചെയ്യാം. POO കിട്ടിയിട്ടുണ്ട്. ഡോറ് കയ്യിരിക്കട്ടല്ലേ, നമ്മുടെ വുഡ് ഫുള്ള് വരും. അയ്യോ സോറി ഗൈസ്. ഇതെടുത്ത് എന്നിട്ട് നമുക്ക് സ്റ്റെയർ കുറേ ഉണ്ടാക്കാം. ഇത്ര മതി. നമുക്ക് കുറച്ച് ബാക്കിയുണ്ട്, അതുകൊണ്ട് സ്ലാബ് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ഉണ്ടാക്കാൻ പറ്റാതെ കുഴപ്പമില്ല, മതിയാവും. നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട്. അത് വന്നിട്ട് ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്, ഇങ്ങനെ ഇങ്ങനെ ശരിയാ. രാത്രി കഴിഞ്ഞാൽ ഞാൻ മേടിയൊക്കെ ചാട്ടം നമ്മുടെ ഭാഗ്യമൊക്കെ ഞാനിപ്പോൾ നിൽക്കത് വരില്ല. അയ്യോ, നമ്മളിപ്പോൾ കറക്റ്റല്ല. തിരിച്ചു കൊടുക്കാം. താഴെ പോയി ഇങ്ങനെ വരിക. ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇത്ര എത്തിയതുകൊണ്ട് പറ്റിപ്പോയി. നമ്മള് പുറത്ത് സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ക്ഷമിക്കുക.
പുറത്ത് ഒരു സംസാരിക്കുന്നതാണെങ്കിൽ വല്ല ടി വി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് പൊടി. അതുകൊണ്ട് ഇവിടെ സൗണ്ട് വന്ന് നമുക്ക് പോകണം. You may not rest now, there are monsters nearby. You may not rest now, there are monsters nearby. ലൈറ്റില്ല, Respawn point set. സ്ലീപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. 30 മിനിറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഇന്ന് വീഡിയോ ഇവിടെ എത്ര ചാർജ് പോയിരുന്നെന്ന് വീഡിയോ കംപ്ലീറ്റ് ചെയ്യും. വീടിൻ്റെ ആകെ മുഴുവനും അലമ്പായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വീടിൻ്റെ പണി ആവുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ വീഡിയോ കാണുന്നുണ്ട്, ഉണ്ട് നല്ല ഉണ്ട്. ആദ്യം തികത്തില്ല. ലാവുഡൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് ഇനിയും വെട്ടണം നമ്മൾ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൗ ഫാർം റെഡിയാക്കണം. ഫാർം അല്ലേ, ഏതെങ്കിലും ഒരു ഫാർം കിട്ടുന്ന അനിമൽസിനെ കൊണ്ടിടാൻ പറ്റും. പത്തൊമ്പതെണ്ണം ബാക്കിയുണ്ട്. ഇനിയും വേണം, തികത്തില്ല. റോഡ് അടുത്തുനിന്ന് വന്നിട്ട് സ്ലാബ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതി. സ്ലാബ് നമുക്ക് എത്ര ആവശ്യം ഉണ്ട്, പക്ഷേ കുറച്ചുണ്ടാക്കിയാൽ മതി, പെട്ടെന്ന് തീരെ സ്ലാബ് കായ്സാണോ വെയിറ്റ് ചെയ്യണം. പൂവെങ്കിലും ഉമ്മാരി തലയിൽ തൊപ്പി ഉണ്ടെങ്കിൽ ഉമ്മാരി നമ്മൾ തീർക്കും. ഗൈസ്, നമുക്ക് അയൺ ആർമറൊക്കെ ആവണം. ഈ ആർമർ ഇട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, അയൺ ആർമറൊക്കെ നമുക്ക് ഉണ്ടാക്കണം. കുറേ ഫുഡൊക്കെ വേണം ഗൈസ്. ഞാനിപ്പോൾ വരുന്നതാണ് ഗൈസ്. അമ്മ വിളിച്ചോണ്ടാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തത്. എന്തായിട്ട് നമ്മൾ ചിക്കനോട് കഴിക്കണം. ഇപ്പോൾ വന്നിട്ട് എടുക്കാൻ എന്നിട്ട് 12 ഇത് ഉണ്ടാക്കണം. ഇത് കുറച്ചെടുക്കുക. സ്റ്റെയർസ് ബേസ് നമ്മൾ ചമ്മിപ്പോയി. സ്റ്റെയർസ് ഉണ്ടാക്കണമെങ്കിൽ ഈ കളറേ വരത്തുള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, പെട്ട് സ്റ്റെയർസിന് ഇതിനകത്ത് തിരിച്ചു വെക്കാം. സ്റ്റെയർസ് എവിടെ നമ്മൾ ഉണ്ടാക്കിയത്, ഉണ്ടാക്കില്ല, കുഴപ്പമില്ല. ഇതിപ്പോൾ
എനിക്ക് തോന്നുന്നു ഈ വീഡിയോ 40 മിനിറ്റ് പോവും. ഗൈസ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് എന്തുവായിരുന്നു? നമുക്ക് പോയി ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നിൽക്കും. സന്തോഷമാണ് കൈ നമ്മളെത്തി തീർന്നു. തീരാറായെന്ന് പറയാമെന്ന് ചോദിച്ചാൽ സ്ലാബ് വെച്ചാണ് നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരു കുഴപ്പം. ഇത് ഇങ്ങനെ രണ്ട് ബ്ലോക്ക് ഇതിനാക്കാം. തുറന്നിട്ട് എങ്കിലും ബാക്കി വരും. 5 ഇങ്ങോട്ട് വെക്കണം. ഞാനൊരു കാര്യം പറയാം. ക്യാമ്പ് ഫയർ വേണം. ഈ മേലോട് വെച്ചാൽ നേരത്തെ വെക്കാൻ പറഞ്ഞു. വീടിൻ്റെ മണ്ടയ്ക്ക് കോളുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ കോളുണ്ട്. ഇത് വേണം 3 മാറ്റാം. എനിക്കിപ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ക്യാമ്പ് ഫയർ. ഞാനൊന്നും നോക്കുന്നില്ല. ഇടയിലൊന്നും ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങളൊന്നുമില്ല. ഇങ്ങോട്ട് വെക്കണം. കഴിഞ്ഞിട്ട് സ്റ്റിക്ക് ഉണ്ടാക്കുന്ന ഓപ്ഷനിലോട്ട് പോകുന്നുണ്ട്. സ്റ്റിക്ക് 4 സിനിമ ക്യാമ്പ് ഫയർ ഉണ്ടാക്കാം. 1 ഇതെടുത്തിട്ട് തെറ്റിച്ചു. നമുക്ക് ഇതിങ്ങോട്ട് വെക്കണം. ഇത്ര ഇങ്ങനെ വെച്ചിട്ട് എവിടെ നമ്മുടെ വീട് എവിടെയാ? നമ്മുടെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങോട്ട് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ കയറണം. കഴിഞ്ഞിട്ട്
നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ ലാസ്റ്റ് ലുക്ക് ഇതാണ്. കൊള്ളാമല്ലേ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുകയല്ല, എനിക്ക് വീട് ഇഷ്ടപ്പെട്ടു. ബെഡിടാം. നമ്മുടെ ഇരിക്കുന്ന ഇപ്പോൾ ഉള്ള ടോർച്ച് അത് കിട്ടുമ്പോൾ നമുക്ക് ചെയ്യാം. കുറങ്ങാം. എടുത്തിട്ട് നമുക്ക് വേണ്ട ഇതല്ല കുറച്ച് കാണാം. വീടിന് അങ്ങനെ നോക്കാം. നല്ലതാണ്. ഇനി നമുക്ക് ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമുക്ക് മറ്റേ വുഡ് യൂസ് ചെയ്യാം. വൈറ്റ് ഇത് മതി. എടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ട് പോയി സൈഡിലോട്ട് ഇങ്ങനെ വെക്കണം. പോയി വേണ്ട. ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് ബെഡ് ഇങ്ങ് തിരിച്ചെടുത്തിട്ട് ബെഡ് ഇങ്ങോട്ട് വെക്കണം. നമ്മുടെ ഇപ്പോൾ വേണ്ട സാധനം എടുത്തുകൊണ്ട് വരാം. അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ക്ലേ വേണം. ക്ലേ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ക്ലേ യൂസ് ചെയ്യും. ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഒരെണ്ണം മതി. കുറച്ച് ക്ലേ കിട്ടുമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടാക്കാമായിരുന്നത്. ഇല്ലെങ്കിൽ പിന്നെ കിട്ടുമ്പോൾ എടുക്കാമായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ക്ലേ കിട്ടും. പക്ഷേ ഒരു കുഴപ്പമുള്ളത് എപ്പോഴും കിട്ടാൻ സാധ്യതയില്ല. ഒരു സ്ഥലത്ത് ഇവിടെ ഇല്ലല്ലോ. നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇവിടെ ഇങ്ങനെ സാൻഡ് നമുക്ക് സാൻഡ് കത്തിക്കേണ്ട. സാൻഡ് നമ്മുടെ വെയിറ്റ് വെയിറ്റ് പോലും വളർന്നു. ഗൈസ്, നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ പോവാം. നമ്മൾ ഈ വീഡിയോ നമ്മൾ ചിലപ്പോൾ ഒരു മണിക്കൂറാകും വീഡിയോ തീരാനായിട്ട്. ഇത്ര വലിയ ലോങ് വീഡിയോ ആണ്. ലോങ് കണ്ട പോലെ ഇങ്ങനെ കയറി വരണം. കറക്റ്റ് എൻട്രൻസ് ഇങ്ങോട്ട് കയറണം. നമ്മുടെ സാധനങ്ങളെല്ലാം ഇങ്ങോട്ട് മാറ്റണം. അതിനുമ്പോൾ നമുക്ക് മാറ്റിയിട്ട് സാധനം അവിടെ കിടന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഗ്യാസൊന്നും പൊട്ടാറുണ്ട്. ഈ ഹോൾ സെറ്റ് ചെയ്യണം. അവിടെ ഡയറക്ഷൻ തന്നെ
അതെന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഇങ്ങനെ വേണ്ടി ഞങ്ങളെ ബോറടിപ്പിക്കണം വിചാരിച്ചിട്ടാണ്. എന്തായാലും നമുക്ക് ഗ്ലാസ് വെക്കാം. ഇവിടെ 4 അത്ര അവിടെ കത്തുന്നത്ര ഗ്ലാസ് നമുക്ക് ആവശ്യമില്ല. ഇവിടെ 2 ഇത്ര മതി നമുക്ക്. പിന്നെ നമുക്ക് ഗ്ലാസിൻ്റെ പരിപാടിയൊക്കെ തീർന്നിട്ട് ആയിട്ടുണ്ട്. ഇത്ര മതി നമുക്ക്. വീട് അടിപൊളിയായാൽ മതി നമുക്ക്. ഇത്ര മതി. വീടിൻ്റെ ഡെക്കറേഷൻ അകത്താണ്. ക്ലേ കിട്ടിയില്ല, അത് വേറെ കാര്യം. ക്ലേ എടുക്കാമോ? കിട്ടണമെന്നൊന്നുമില്ല. റെയറൊന്നുമല്ല, എല്ലാവർക്കും കാണും. പക്ഷേ കുറേ സ്ഥലത്തിന് ഇടയ്ക്കൊക്കെ ക്ലേ ഇരിക്കുന്നതാണ് കിട്ടാൻ കുറച്ച് പാട്. ചില സമയത്ത് സാൻഡിൻ്റെ ഇടയ്ക്കൊക്കെ സാൻഡിൻ്റെ അടുത്ത് ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ സാൻഡുള്ള സ്ഥലത്തോട്ട് നടന്നു പോകുന്നത്. എല്ലാ സ്ഥലത്തും മുഴുവൻ ഡേറ്റ് മാത്രമേ ഉള്ളൂ. അവിടെ ഡേറ്റ് മാത്രമേ ഉള്ളൂ. സ്ഥലത്തൊന്നും വരത്തില്ല. ഇവളൊക്കെ സ്പൂണാവുന്നത് എന്തുവായിരുന്നു ഇവിടെ ഇതിൻ്റെ കൂടെയാണ്. പക്ഷേ ഇത് കാണുന്നില്ല. കോപ്പറേറ്റ് ആണെന്ന് തോന്നുന്നില്ല. എനിക്കറിയത്തില്ല അങ്ങനെ ഉണ്ടാക്കുന്നത്. Space. മറ്റേ ഇത് തന്നെയായിരുന്നു. കുറച്ച് ദൂരത്ത് ഇരുന്നുണ്ട് കളർ മാർക്കായിട്ട് ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ബ്ലൂ കളർ പോലത്തെ കളറാണ്. കുറഞ്ഞ അവസാനം തപ്പി നടക്കുന്ന ഹങ്കർ കുറേ കുറഞ്ഞിട്ടുണ്ട്. ഫുള്ളാണ് കാര്യമില്ല. നമ്മുടെ വീടിൻ്റെ ഡെക്കറേഷൻ്റെ കുറവുണ്ടെങ്കിൽ അത് ചെയ്ത് തീർത്തേക്കാം. വീടിനൊരു കുറവ് മതി. നമ്മുടെ വീടിന് ഇത് മാത്രം മതി നമുക്ക്. അപ്പോൾ നമുക്കിപ്പോൾ ചെയ്യേണ്ടത് എന്തൊക്കെ ഇവിടെ ചെയ്യാം. ഒരു കുഞ്ഞു വീടാണ് ഐഡിയ. ഒന്നും അറിയാതെ നമുക്ക് ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഇവിടെ നമ്മുടെ സ്റ്റോറേജ് ഇരിക്കും. അങ്ങനെ സെറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ വലിയ പ്ലേസായിട്ട് കാണാം. എന്നാൽ വേണ്ട ഗൈസ്, നിങ്ങളും കൂടെ കണ്ടോ എത്ര വീതിയാ ചെയ്യുന്നതെന്നൊക്കെ. നിങ്ങൾക്കും കൂടെ ഫോളോ ചെയ്യാം, ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളും കൂടെ നോക്കിയോ ചെയ്യുന്നത്. ഇങ്ങോട്ട് സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് ഗൈസ്. സോറി, സ്പേസ് എന്നൊക്കെയാണ് പറഞ്ഞത്. എവിടെയാ ഇതെവിടെ എങ്ങനെ? അയ്യോ ഗൈസ്, നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. രാത്രിയായിട്ടുണ്ട്. വീട് അടച്ചിട്ടുണ്ട് ഗൈസ്, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ വഴി ചെയ്യുന്നുണ്ടത്.
ഇത്രയും കുറച്ച് സ്പേസ് കൂടുതൽ വേണം, എന്നാലേ നമുക്ക് സ്റ്റോറേജ് കുറച്ച് വലുതായിട്ട് കിട്ടും. സ്പേസ് കൂടുതൽ വേണമെന്നില്ല, നല്ലപോലെ സ്പേസ് വേണം. കോബിൾ സ്റ്റോൺ കിട്ടും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ലൈറ്റ് ഉണ്ട്, ഞാനിവിടെ ആദ്യം ടോർച്ച് വെച്ച്. എനിക്ക് ഇത്ര വേണ്ട. ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. ഒരു മണിക്കൂറായി കൈസ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. മണിക്കൂറിലൊന്ന് ആയി, ഓൾറെഡി ആയി കൈസ്. ജസ്റ്റ് മിസ്സിന് കേട്ടോടെ വീഴായിരുന്ന വേറെ നനഞ്ഞ് സെറ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല. അങ്ങോട്ട് വലുതാക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ടായിരിക്കും. നമുക്കിനി മേലോട്ട് പതിയെ വരുന്നുണ്ട്. ഇന്ന് നമ്മൾ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ ഭയങ്കര ലോങ് ആയിട്ടുണ്ട്. ഒന്നും ചെയ്യുന്നില്ല. അത് ഒറ്റ കാര്യങ്ങൾ മാത്രമാണ്. എല്ലാവർക്കും നമ്മൾ ഒന്ന് തന്നെ സ്റ്റോറേജ് ഫുള്ള് സെറ്റ് ചെയ്തതിന് കുറച്ചും കൂടെ മതിയായിരുന്നു. അതും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം, വരണം. ക്രാഫ്റ്റ് ചെയ്തല്ലോ നമ്മൾ. പിന്നെ ഗൈസ് നമ്മൾ അത്ര കാണിച്ച് എന്തായാലും ഉണ്ടാക്കി പോയി. ഒരു മണിക്കൂറായി എന്ന് പറയാം. എത്ര ആയി? സ്റ്റോറേജ് സ്പേസ് റെഡി. കുറച്ച് വെട്ടക്കുറവുണ്ട്, നമുക്ക് ടോർച്ചെടുക്കുക. ഇവിടെ കുറച്ച് മാറ്റും, എന്നുവെച്ചാൽ ഇവിടെ ടോർച്ച് വെക്കാൻ പറ്റത്തില്ല. ഇവിടെ നമ്മുടെ ചെസ്റ്റൊക്കെ വരും. ഇപ്പോൾ എത്ര ചെസ്റ്റ് വെക്കാൻ പറ്റുന്ന ചെസ്റ്റ് ഞാനിപ്പോൾ വയ്ക്കും. എല്ലാം കൂടെ ചേർത്ത് കുറച്ച് ജസ്റ്റ് അത് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം ഗൈസ്. നമ്മുടെ ഫാർമ് ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് എത്ര ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ചെസ്റ്റ് 5 ഉണ്ടാക്കാം. നമ്മുടെ ഉള്ള എല്ലാം വെച്ച് നമ്മൾ 5 ചെസ്റ്റ് ഉണ്ടാക്കാറുണ്ട്.
എന്തായാലും നമ്മുടെ കുറേ വുഡ് നമ്മൾ വെട്ടിക്കളിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വേറൊരു മോഡൽ ഇങ്ങോട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങോട്ട് ചെയ്യണം. നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട്. അടുത്ത വീഡിയോ ചെയ്യാം. നമുക്കൊന്ന് ഉറങ്ങാം. Respawn point set. പ്ലീസ് പറയുവാണെങ്കിൽ 1 മണിക്കൂറായി. നമ്മുടെ കയ്യിലിപ്പം ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. 2 വേണമല്ലേ ഗൈസ്? പാട് ചെയ്യാൻ പറ്റുന്നത് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യണം. ഓ ഗൈസ്, എനിക്കൊരു ഐഡിയ. പിന്നെ ചെയ്തുകൊണ്ട് ഞങ്ങളിങ്ങോട്ട് സാധനം നമ്മൾ വണ്ടി വീട് സെറ്റ് ചെയ്ത് കുറച്ചുകൂടെ ആയിട്ടാണ് ഗൈസ്. നമ്മുടെ വീഡിയോ നിർത്തുകയാണ് ഗൈസ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.